അങ്ങനെ നീണ്ട പ്രവാസ ജീവിതത്തിന് ശേഷം നമ്മളിതാ നാട്ടിലേക്ക് പോവുകയാണേ. പോകുന്നതിന് കുറച്ച് വിഷമമുണ്ടെങ്കിലും നാട്ടിൽ പോകുന്നതിൻ്റെ ചെറിയൊരു എക്സൈറ്റ്മെൻറ്റ് കൂടി ഉള്ളതുകൊണ്ട് മിക്സഡ് ആയിട്ടുള്ള ഒരു ഇമോഷനായിരുന്നു. ഇപ്രാവശ്യം ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മൾ ഒരുമിച്ചുള്ള ഓണവും പെരുന്നാളും ഒക്കെ ഉണ്ടായിരുന്നേ. ആ ഒരു സന്തോഷവും സമാധാനമൊക്കെ ഉള്ളിലുള്ളത് കൊണ്ടായിരിക്കാം ഇപ്രാവശ്യം വലിയ സങ്കടമൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും ഇക്കാര്യം പിരിയുന്നതിലുള്ള സങ്കടം നമുക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നേ. അപ്പോൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് പരിപാടി എന്നോണം ഹേസൂട്ടിൻ്റെ ഹെയർ കട്ടായിരുന്നു കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അല്ല, ഭയങ്കര അലമ്പായിരുന്നു, ഒന്നിനും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല, ഭയങ്കര കരച്ചിലും സീനും ഒക്കെ ആയിരുന്നു. പക്ഷേ ലാസ്റ്റ് ആ ഒരു ഹെയർ ഡ്രയർ യൂസ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ മൂടൊന്ന് ഓക്കെ ആയതുകൊണ്ട് നമ്മൾ കുറച്ച് ഐറ്റംസ് കൂടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ കുറച്ച് ഐറ്റംസ് കൂടി നോക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഷോപ്പിങ്ങിന് കയറിയ സമയത്ത് ആദ്യമൊക്കെ നല്ലവനായ ഉണ്ണിയായിട്ട് നിന്നെങ്കിലും പിന്നീട് കച്ചട സ്വഭാവം എടുത്തു കേട്ടോ. ഓട്ടവും ബഹളവും കരച്ചിലും ഒക്കെ ആയിരുന്നു. അങ്ങനെ അവിടെ നിന്ന് കിട്ടിയ സാധനങ്ങളൊക്കെ ആയിട്ട് വേഗം നമ്മൾ റൂമിലേക്ക് എത്തി. അതിനുശേഷം പാക്കിംഗ് ആയിരുന്നു കേട്ടോ. അങ്ങനെ പാക്കിങ് കാര്യങ്ങളായിട്ടൊക്കെയുള്ള ബാക്കി വിശേഷങ്ങൾ നെക്സ്റ്റ് വ്ളോഗിൽ കാണാം കേട്ടോ. അപ്പോൾ ബൈ.